ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഇന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ, ഗിഫ്റ്റ് കൊടുക്കുകയാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കൂടെ പഠിക്കുന്ന അന്യപുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണെ, പന്നിയെ കണ്ടിട്ടുണ്ടോ? കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ? പോയി കെട്ടിപ്പിടിക്കടി പൊന്നുമോള്. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു പേക്കൂത്ത് വേണമെങ്കിലും കാണിച്ചോ, ഒരൊറ്റ നിമിഷം മതിയടാ. സിറിയയിലുമൊക്കെ കണ്ട്, തുർക്കിയിലും സിറിയയിലൊക്കെ കണ്ടോ പടച്ചവനെ, എന്തെങ്കിലും എത്രയോ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാട് ഒറ്റ നിമിഷം കൊണ്ട് തീർന്നില്ലടാ ചെറുപ്പക്കാരാ. അമ്പല ചുംബരികൾ പോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതവരുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ മോഹമായിരുന്നടോ. ഇന്ന് വാട്സപ്പില് ഞാനൊരു വീഡിയോ കണ്ടു. തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ നടുവില് ഒരു ചെറിയ ഡെസ്കിന്റെ ഡെസ്കിന്റെ മുകളില് പടച്ചവനെ റൊട്ടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ കണ്ടപ്പോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ? ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ? അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ ഒരൊറ്റ നിമിഷം ആ ഭൂമിയൊന്ന് ചലിച്ചപ്പോ 30,000 പേരിൽ പുറത്തവിടുന്ന് മണ്ണിനടിയിലേക്ക് പോയില്ലേ? ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുമ്പോ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്തേ സംഭവം? മരിച്ച നല്ലവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു പോയ പാവങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. നീ ദയ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട്, മക്കളെ, ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരായത്ത് പറഞ്ഞു തരാ. എന്തു മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചെറുപ്പക്കാരാ, വാപ്പാ, പടച്ചവനെ ആർഭാട വിവാഹങ്ങള്, റബ്ബേ വലിയ മലയാളിയാണ്, നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ. പക്ഷേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അല്ലാഹു പറയുകയാ, പോകടാ ചെറുപ്പക്കാരാ. ഓന്തോടിയാ എവിടെ വരെ പോകുമടാ? നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഫർദയും ധരിച്ച് ഫർദ ഊരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ. എന്ത് വേണമെങ്കിലും കാണിച്ചോ. നിന്റെ കൂടെ ആളുണ്ടല്ലോ. എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അല്ല ഓർമ്മപ്പെടുത്തുകയാ, ഇത് അല്ലാന്റെ ഭീഷണിയാ പെണ്ണ്. ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി? നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? അല്ല പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ. എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ. എവിടെ പോകാനാ നീയൊക്കെ? നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമാണ് ചെറുപ്പക്കാരാ, നരകത്തിന്റെ ശിക്ഷ വല്ലാത്ത കഠിനമാ. റബ്ബേ, കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, കൈത്തോടു പോലൊഴുകുന്നതാണ് കണ്ണീരുകൾ. കരഞ്ഞിട്ടു നീരു വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണ് രക്തമെന്റെ പൊന്നേ. അല്ലാഹുവേ, ഭയാനകമായ ശിക്ഷ. കരഞ്ഞ് 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 തോടുപോലെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. അത് കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ നിനക്കുള്ളത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തൊലിയുളകുന്നതാ. ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയേ അത് മുഴുവനും ഒഴുകുന്നതാ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവർ, അതിനെ നിസ്സാരമാക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ നിന്ദിക്കുന്നവർ, അവർക്ക് വേണ്ടി അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ, ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്നാമത്തെ ശിക്ഷ. ഒന്ന്, അവൻ ഒരു കാലത്തും അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നടന്നു നീയൊക്കെ, നിനക്കൊക്കെ തോന്നുന്ന പോലെ നടന്നോ, പക്ഷേ എവിടെ പോകാനാ നീയൊക്കെ? എന്റെ മുമ്പിൽ തന്നെ വരും. ശരിയാ, എന്തു പേക്കൂത്ത് വേണമെങ്കിലും കാണിക്ക്, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്ക്. എവിടെ പോകാനാ മോളെ? ഉമ്മ പോയ സ്ഥലത്തേക്ക് നീയും പോകും, വാപ്പ പോയ സ്ഥലത്തേക്ക് നീയും പോകും, നിന്നെയൊക്കെ റബ്ബ് കൊണ്ടുപോകും. അല്ലാഹ് പറയുകയാ, നീയൊക്കെ എൻ്റെ മുമ്പിൽ വരും, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് റഹ്മാനായ അല്ലാഹ്. എന്തൊക്കെ വൃത്തികേടുകൾ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ. അല്ലാഹു ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. നമുക്ക് തന്നെ തോന്നുകയാ, എന്താ ഈ കാണിക്കണേ, എന്തേ അള്ളാഹയെക്കുറിച്ചുള്ള പേടിയൊന്നും ഇല്ലാതെ പോയില്ലേ എന്ന് ചിന്തിക്കുന്നൊരു കാലം. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. 3, ഒരായത്തൂടെ പഠിച്ചൂടെ? അല്ല, എന്താ ഇപ്പോൾ ഒരു പിണക്കമുള്ളതുപോലെ? ഒരായത്തൂടെ പഠിച്ചൂടെ? ഇൻഷാ അല്ലാഹ്. നാളെ ആരാപ്പോ പോയത്? നാളെ നൗഷാദ വാക്കവി ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഉണ്ടാവോ? പള്ളിക്കുടിയിലാണെങ്കിലും അല്ലേ, നമ്മുടെ മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അല്ലാഹു അലം. പടച്ചോൻ ഇവിടെ കണ്ടല്ലേ, ഈ കണ്ണൂരെങ്ങാണ്ടല്ലേ ഒരു ഗർഭിണിയായ പെണ്ണ് വണ്ടി പോകുമ്പോൾ തീ പിടിച്ചു അല്ലേ? അല്ലാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുവോ?
മരിക്കുവോ? മരിക്കുവോ നമ്മളൊക്കെ? നമ്മളൊക്കെ മരിക്കുമെന്ന് വിശ്വാസമുണ്ടോ? സമയത്താതെ മരിക്കാൻ പറ്റുമോ? വാക്കാ മരിക്കൂന്ന് വിശ്വാസമുള്ളവർ ചായ താഴെ വീഴരുത്. ഒന്ന് കൈപൊക്കിക്കേ. മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വാപ്പ നീ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കിക്കൊള്ളും, അതുറപ്പാ. അല്ലാഹുവേ, എല്ലാവരും ചെന്നിട്ട് എന്തേ നന്നാകാത്തെ? എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എന്നിട്ട് നന്നാകാൻ പറ്റണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സമയമായില്ല ഉസ്താദേ, എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, മാരക രോഗമൊന്നുമില്ലല്ലോ, ഞാൻ ഇനിയും ഇങ്ങനെ ജീവിക്കുമെന്നുള്ള നമ്മുടെ ആ ഒരു പ്രതീക്ഷ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ.